എല്ലാവർക്കും നമസ്കാരം. വെർച്വൽ വൈബ്സ് ദി ലിറ്റിൽ ലാൻഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 29 ചൊവ്വാഴ്ചയാണ്. നാളെ പരശുരാമ ജയന്തിയാണ്. നാളെയാണ് പരശുരാമ ജയന്തി എന്ന് പറയാൻ കാരണം തൃതീയ തിഥി തുടങ്ങുന്നത് ഏപ്രിൽ 29 ചൊവ്വാഴ്ച 5:31 PM മുതൽ ആണ്. അത് ഏപ്രിൽ 30 2:12 PM വരെയാണ് തൃതീയ തിഥി നിലനിൽക്കുന്നത്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയയിലാണ് പരശുരാമ ജയന്തി ആഘോഷിക്കാറുള്ളത്. പരശുരാമൻ പ്രദോഷകാലത്തിലാണ് ജനിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രദോഷകാലത്തിൽ തൃതീയ വരുന്ന ദിവസമാണ് പരശുരാമ ജയന്തി ആയിട്ട് ആഘോഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നാളെ ഏപ്രിൽ 29 പരശുരാമ ജയന്തി എന്ന് പറയാൻ കാരണം. വൈകുന്നേരം 5:31 PM തന്നെ തൃതീയ തിഥി തുടങ്ങുന്നതുകൊണ്ട് പ്രദോഷകാലത്തിൽ തൃതീയ വരുന്നതുകൊണ്ട് തന്നെ പരശുരാമ ജയന്തി ഏപ്രിൽ 29 ചൊവ്വാഴ്ചയാണ്. പക്ഷേ അക്ഷയ തൃതീയ വരുന്നത് ഏപ്രിൽ 30 ഏപ്രിൽ 30 2:12 PM വരെയാണ് തൃതീയ തിഥി നിലനിൽക്കുന്നത്. പ്രദോഷകാലം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കരുതുന്നു. നമ്മൾ പ്രദോഷവ്രതമൊക്കെ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. പ്രദോഷകാലം എന്ന് പറയുന്നത് സൂര്യാസ്തമയത്തിന് 1.5 മണിക്കൂർ മുമ്പും സൂര്യാസ്തമയത്തിന് 1.5 മണിക്കൂർ ശേഷവുമുള്ള ആ 3 മണിക്കൂർ സമയത്തിനെയാണ് നമ്മൾ പ്രദോഷകാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രദോഷകാലത്തിൽ തൃതീയ വരുന്ന സമയത്താണ് പരശുരാമൻ അവതരിച്ചത് എന്നാണ് നമ്മളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ പ്രദോഷകാലത്തിൽ തൃതീയ നിലനിൽക്കുന്നത് കൊണ്ട് ഏപ്രിൽ 29 ചൊവ്വാഴ്ചയാണ് പരശുരാമ ജയന്തി ആഘോഷിക്കുന്നത്. ഇനി പരശുരാമൻ്റെ അവതാര ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ക്ഷത്രിയന്മാരുടെ നിഗ്രഹം എന്നാണ്. ക്ഷത്രിയന്മാരുടെ നിഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ വിഭവങ്ങൾ കൊള്ളയടിക്കുകയും രാജാക്കന്മാർ എന്ന നിലയിൽ അവരുടെ കടമകൾ അവഗണിക്കുകയും ചെയ്തിട്ട് പാപികളായി തീർന്ന കൂട്ടം ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവരുടെ ആ ഒരു വിനാശകാരികളായ അല്ലെങ്കിൽ പാപികളായി തീർന്നവരെ ആ ഒരു ഉന്മൂലനാശം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് അഹങ്കാരത്തിൻ്റെ ഇല്ലായ്മ ചെയ്യൽ എന്നുകൂടിയാണ് അതിനെ പറയേണ്ടത്. അങ്ങനെ ഭൂമിയുടെ ഭാരം ലഘൂകരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ ഉണ്ടാവുന്നത്. മറ്റ് അവതാരങ്ങളെ പോലെയല്ല പരശുരാമൻ്റെ അവതാരം എന്ന് പറയുന്നത്. പരശുരാമൻ ഇപ്പോഴും ഭൂമിയിൽ വസിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീരാമനെ പോലെയോ ശ്രീകൃഷ്ണനെ പോലെയോ ഒന്നുമല്ല പരശുരാമനെ നമ്മൾ ആരാധിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ഉടുപ്പിയിൽ പരശുരാമനെ അനുസ്മരിക്കുന്ന ഒരു പ്രധാന ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിരവധി ക്ഷേത്രങ്ങൾ പരശുരാമനായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ കൽക്കി പുരാണം വായിക്കുമ്പോൾ നമുക്കതിൽ മനസ്സിലാവുന്നത് കൽക്കി പുരാണത്തിൽ എന്താ പറയണതെന്ന് വെച്ചാൽ വിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമായ കൽക്കി അല്ലെങ്കിൽ കൽക്കിയുടെ ആയോധന ഗുരുവായിട്ടാണ് പരശുരാമൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ ഈ 6ാമത്തെ അവതാരം പരശുരാമൻ എന്ന അവതാരം ബാക്കിയുള്ള അവതാരങ്ങളുമായിട്ട് കൂടിക്കാഴ്ച വരുന്നുണ്ട്. അതിപ്പോൾ ശ്രീരാമനായിട്ടാണെങ്കിലും ബലരാമനായിട്ടാണെങ്കിലും ശ്രീകൃഷ്ണനായിട്ടാണെങ്കിലും പരശുരാമന് കൂടിക്കാഴ്ചകൾ വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കൽക്കിയുടെ ആയോധന ഗുരുവായിട്ടാണ് നമ്മുടെ കൽക്കി പുരാണത്തിൽ പരശുരാമനെ കാണുന്നത്. ഇനി നമുക്ക് ജപിക്കാവുന്ന ഒരു പരശുരാമ മന്ത്രം എന്ന് പറയുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ ധർമ്മവിഗ്രഹ പരശുരാമവതാരായ നമ. ഒന്നുകൂടി പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ ധർമ്മവിഗ്രഹ പരശുരാമാവതാരായ നമഃ. ഇതാണ് പരശുരാമ മന്ത്രം.
ഭഗവാൻ പരശുരാമൻ്റെ സാന്നിധ്യത്തെ വിളിച്ചപേക്ഷിക്കാനും കഷ്ടപ്പാടുകൾ എല്ലാം ഒഴിവാക്കി തരാനും വേണ്ടിയിട്ട് നമ്മുടെ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ പോലും അത് ഗുപ്തഗുണം അല്ലാതെ അത് പ്രകടമാക്കിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കരിയറിലായാലും നമ്മുടെ ജോലിയിലായാലും ജീവിതത്തിലായാലും മികവ് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ശക്തമായ വിഷ്ണു ഗായത്രി മന്ത്രമായിട്ടും ഈ മന്ത്രത്തിനെ കണക്കാക്കുന്നുണ്ട്. പിന്നെ പരശുരാമ സ്തോത്രം, പിന്നെ അഷ്ടകം എന്നിവയും നമുക്ക് ചൊല്ലാവുന്നതാണ്. സമൃദ്ധി ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ചൊല്ലുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള കഴിവ് പരശുരാമ സ്തോത്രത്തിന് അല്ലെങ്കിൽ പരശുരാമ അഷ്ടകം ചൊല്ലുന്നത് കൊണ്ട് ഒരാളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കും. ഈ ഐശ്വര്യവും സമൃദ്ധിയും ആകർഷിക്കപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ പരശുരാമൻ എന്ന അവതാരത്തിന് സംരക്ഷകനായിട്ട്, മാർഗനിർദ്ദേശം നൽകുന്ന ആളായിട്ട്, ധൈര്യത്തിൻ്റെ പ്രതീകമായിട്ട്, ജ്ഞാനത്തിൻ്റെ പ്രതീകമായിട്ട് എല്ലാം ആയിട്ടാണ് പരശുരാമനെ കാണുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു പ്രതീകമായിട്ടുള്ള പരശുരാമനെ മന്ത്രത്തിലൂടെ തൻ്റെ സാന്നിധ്യം തേടുന്നവർക്ക് സംരക്ഷണവും മാർഗനിർദ്ദേശവും നൽകും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം പരശുരാമ മന്ത്രം ജപിക്കുന്നത് മനസ്സിനെ ഒന്ന് ശുദ്ധീകരിച്ച് നെഗറ്റീവ് ഊർജ്ജതലങ്ങളിൽ നിന്ന്, ബലഹീനതകളിൽ നിന്ന് ഒക്കെ ശുദ്ധീകരിച്ചിട്ട്, മനസ്സിനെ ശുദ്ധീകരിച്ചിട്ട് ആത്മവിശ്വാസവും വിജയവും ഒക്കെ നമുക്ക് തരും എന്നാണ് പറയുന്നത്. അതായത് ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ പോലും പുറത്തെടുക്കാൻ അതിന് നമ്മളെ സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമിയിൽ നിന്ന് ക്ഷത്രിയരുടെ തിന്മയും സ്വേച്ഛാധിപത്യവും ഒക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പരശുരാമൻ വന്നത്. പിന്നെ ക്ഷത്രിയ കുലത്തിൽ തന്നെയാണ് ശ്രീരാമൻ വരുന്നത്. ശ്രീരാമൻ വന്നതിന് ശേഷം ഇനിയൊരു രാമൻ വേറെ വേണ്ട എന്നുള്ള രീതിയിൽ പരശുരാമൻ അവിടുന്ന് മാറുന്നുണ്ട്. ശ്രീരാമനാണ് പിന്നെ അവിടെയുള്ളത്. അപ്പോൾ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയ കുലത്തിലെ അത്രയും നല്ലൊരു മനുഷ്യൻ അല്ലേ ആയിട്ടാണ് ശ്രീരാമനെ നമ്മൾ പറയുന്നത്. അപ്പോൾ അതുവരെ ശ്രീരാമൻ്റെ ജനനം വരെയുള്ള ക്ഷത്രിയ കുലത്തിൽ വന്നിട്ടുള്ള സ്വേച്ഛാധിപത്യത്തിനെയും അല്ലെങ്കിൽ തിന്മയെയും ഒക്കെ ഭൂമിയിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ടാണ്, അധികാരപരിധിയിൽ നിൽക്കുന്ന അഹങ്കാരത്തിനെ കളയാൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അത് ആണ് പരശുരാമൻ്റെ അവതാരോദ്ദേശ്യം. അപ്പം ഇതെല്ലാം ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പരശുരാമൻ ഭൂമിയെ 21 തവണ ചുറ്റി എന്നാണ് പറയണത്. അപ്പം അതുകൊണ്ട് തന്നെ പരശുരാമ മന്ത്രം ജപിക്കേണ്ടത് ഇതേപോലെ 21 ദിവസം എന്നും മുടങ്ങാതെ ജപിക്കണം എന്നാണ് പറയുന്നത്. ആ മന്ത്രം എന്ന് പറയുന്നത്, ഈ 21 ദിവസം ജപിക്കേണ്ട പരശുരാമ മന്ത്രം എന്ന് പറയുന്നത് ഓം രാം രാം പരശുഹസ്തായ നമഃ. അതാണ് ഓം രാം രാം പരശുഹസ്തായ നമഃ. അപ്പോൾ പരശുരാമ മന്ത്രം ഇനി എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പറയാം. അപ്പോൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ഭഗവാൻ പരശുരാമനെ വന്ദിക്കുകയും ചെയ്യണം, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നാണ്. അത് ജീവിതത്തിൽ ശാന്തത, പോസിറ്റിവിറ്റി, പിന്നെ സ്പിരിച്വാലിറ്റി, മതപരമായ ഒരു അറിവ് നേടാനുള്ള ഒരു ജിജ്ഞാസ, പിന്നെ ആരോഗ്യം നന്നായിരിക്കുക, സമൃദ്ധി ഉണ്ടാവുക, പിന്നെ ക്ഷമ ഉണ്ടാവുക, പിന്നെ വിവേചന ബുദ്ധി ഉണ്ടാവുക, നല്ലത് ചീത്തത് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി ഉണ്ടാവുക, പിന്നെ ശത്രുക്കളിൽ നിന്ന് പ്രതിരോധം കിട്ടുക, സുഖകരമായ ജീവിതം കിട്ടുക, കർമ്മസിദ്ധി കിട്ടുക, അറിവ് വർദ്ധിക്കുക, പിന്നെ അങ്ങനെ ആകർഷണത്വം കിട്ടുക, പരിഹാരശക്തി കൂടുക, അങ്ങനെ രീതിയിലുള്ള വിവിധ ഫലങ്ങളാണ് പരശുരാമ മന്ത്രത്തിന് പറയുന്നത്. അപ്പോൾ അത് ചൊല്ലേണ്ട രീതി എന്ന് പറയുന്നത്, ചൊല്ലേണ്ട വിധം എന്ന് പറയുന്നത്, ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ജപിക്കാം എന്നാണ്, ജപിച്ച് തുടങ്ങാം എന്നാണ്. പക്ഷേ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ തിങ്കളാഴ്ച തുടങ്ങുക, അല്ലെങ്കിൽ പരശുരാമ ജയന്തി ദിവസത്തിൽ തുടങ്ങുക എന്നുള്ളതാണ്. തിങ്കളാഴ്ച അല്ലെങ്കിൽ പരശുരാമ ജയന്തി ദിവസമാണ് തുടങ്ങുന്നതാണ് ശുഭകരം എന്നാണ് പറയുന്നത്. മന്ത്രജപത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 21 ദിവസമാണ്. 21 ദിവസം ജപിക്കണം.
പിന്നെ മന്ത്രം ജപിക്കേണ്ട സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തമാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെയാണ് ജപിക്കേണ്ടത്. അപ്പോൾ അത്രയും നിഷ്ഠയോടെ ജപിക്കേണ്ട ഒരു മന്ത്രമാണ് പരശുരാമ മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ സ്വയം മനഃശുദ്ധി, ശരീരശുദ്ധി, അതായത് വിശുദ്ധി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ശാന്തമായി ഭാവത്തിൽ ഇരുന്നിട്ടാണ് ജപിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ ജപമാല, തുളസിയുടെ ജപമാലയോ അല്ലെങ്കിൽ രുദ്രാക്ഷ ജപമാലയോ ഉണ്ടാവുന്നത് നല്ലതാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ജപിക്കേണ്ടത്. പിന്നെ ആ യൂസ് ചെയ്യുന്ന ജപമാല ജപിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ, വേറെ ഒന്നിനും അത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ മന്ത്രം ചൊല്ലി തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ദൃഢനിശ്ചയം എടുക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ധ്യാനിക്കുക. എന്നിട്ട് പതിവായി ഞാനിത് ജപിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം മനസ്സിലെടുക്കണം. സമർപ്പണത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ, ഭക്തിയോടെയാണ് ജപിക്കേണ്ടത്. അപ്പോൾ എല്ലാ ദിവസവും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ ജപിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ശുദ്ധവും മധുരവുമായ വാക്കുകൾ മാത്രമേ പറയാൻ പാടുള്ളൂ. നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ വൈകുന്നേരം ഇരുന്ന് കുറേ മന്ത്രം ചൊല്ലി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ ദ്വേഷിക്കുന്ന വർത്താനം വായുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ചൊല്ലിയ മന്ത്രത്തിന് ഗുണമില്ല എന്നല്ല, പക്ഷെ അതിൻ്റെ പൂർണ്ണമായ ഒരു ഇഫക്റ്റ് ഒരിക്കലും ആ മനുഷ്യന് കിട്ടില്ല. അപ്പോൾ പോസിറ്റീവ് മനോഭാവത്തോടെയാണ് ഉണ്ടായിരിക്കേണ്ടത്. ആത്മവിശ്വാസം, അതൊക്കെയാണ് ഒരു മനുഷ്യന് ആദ്യം ഉണ്ടാവേണ്ടത്. ഭക്തിയുള്ള ഒരു മനുഷ്യന് ആദ്യം അതാണ് ഉണ്ടാവുക. യഥാർത്ഥ ഭക്തിയാണെങ്കിൽ അതുണ്ടാവുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ ആ മന്ത്രത്തിൻ്റെ ശക്തിയിലും ഭഗവാന്റെ ശക്തിയിലും അചഞ്ചലമായ ഒരു വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഈ മന്ത്രദീക്ഷ നേടുന്നത് നല്ലതാണ്. മന്ത്രദീക്ഷ നേടിയിട്ട് ജപിക്കേണ്ട മന്ത്രമാണ് ശരിക്കും പരശുരാമ മന്ത്രം എന്ന് പറയുന്നത്. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഗായത്രി മന്ത്രം നമുക്ക് ജപിക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ജപിക്കാവുന്നതാണ് ഗായത്രി മന്ത്രം. പിന്നെ അല്ലെങ്കിൽ പരശുരാമ സ്തോത്രമോ പരശുരാമ അഷ്ടകമോ ഒക്കെ നമുക്ക് എല്ലാവർക്കും ജപിക്കാവുന്നതാണ്. അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഏതാണ്ട് എല്ലാ ദിവസവും ഒരേ സമയം ജപമാല, തുളസിമാലയോ രുദ്രാക്ഷ ജപമാലയോ യൂസ് ചെയ്തിട്ട് ഇരുന്നിട്ട് സ്ഥിരവും ശാന്തവുമായ ഭാവത്തിൽ ഇരുന്നിട്ട് ജപിക്കണം എന്നാണ് പറയുന്നത്. പൂർണ്ണമായ വിശ്വാസത്തോടെയും ഭക്തിയോടെയും ജപിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരിക്കലും മന്ത്രജപം ചെയ്യുന്ന ആൾക്ക് നിഷേധാത്മകമായിട്ടുള്ള, അതായത് ഒരു നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല എന്നാണ്. പിന്നെ ക്രമരഹിതം ശബ്ദമാനമായിട്ടുള്ള സ്ഥലത്ത് പോയിരുന്നിട്ട് ജപിക്കരുത്. അത് ജപിക്കുന്നത് കറക്റ്റായിട്ട് നമുക്ക് ജപിക്കാൻ പറ്റണം. 108 തവണയാണ് നമ്മൾ ജപിക്കേണ്ടത്. 21 ദിവസമാണ്. അപ്പം ശബ്ദം അങ്ങനെ ഭയങ്കര ശബ്ദമുഖരിതമായ സ്ഥലത്തൊന്നും പോയിരുന്ന് ജപിക്കരുത്. പിന്നെ ശ്രദ്ധാശൂന്യമായ മനസ്സോടെ ജപിക്കരുത്. പിന്നെ കുളിക്കാതെ ജപിക്കരുത്. പിന്നെ അനാരോഗ്യകരമായ ഭക്ഷണക്രമം എടുത്തുകൊണ്ട്, അതായത് നമ്മുടെ വയർ അപ്സെറ്റായി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മന്ത്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് അനാരോഗ്യകരമായ ഒരു ഭക്ഷണക്രമം പിന്തുടർന്നും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, മന്ത്രജപം ചെയ്യരുത് എന്നാണ് പറയുന്നത്. താമസികമായ ഭക്ഷണക്രമം ഒഴിവാക്കുക എന്നുള്ളതാണ്. അതേപോലെ രാത്രി വൈകി ജപിക്കാൻ പാടില്ല. രാത്രി വൈകി ജപിക്കുന്നത് എപ്പോഴും ഒഴിവാക്കുക. പിന്നെ മടി, അലസത, എപ്പോഴും നമ്മളൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അയ്യോ ഇന്ന് ചെയ്തു നാളെ ചെയ്യാൻ വയ്യ എന്നുള്ള രീതിയിലുള്ള ആ ഒരു ചിന്ത പോലും ഉണ്ടാവരുത്. ഈ 21 ദിവസവും കറക്റ്റ് അത് നമ്മൾ ചെയ്ത് തീർക്കണം എന്നാണ്. ആ ഒരു മടി ഉണ്ടാവരുത്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ദൃഢനിശ്ചയം എടുക്കണം എന്ന് പറയാൻ കാരണം ഇതാണ്. പിന്നെ അശുദ്ധമായ ജപമാല യൂസ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മളൊരു മന്ത്രം ചൊല്ലാൻ എടുക്കുന്ന മാല മന്ത്രം ചൊല്ലാൻ മാത്രമായിട്ട് അത്രയും പുണ്യമായിട്ട് അത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. വസ്ത്രധാരണം അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ശുദ്ധമായ വസ്ത്രം ധരിക്കുക. അശ്രദ്ധ പാടില്ല ജപിക്കുമ്പോൾ, ശ്രദ്ധയോടെ ജപിക്കുക എന്നുള്ളതാണ്. അതാണ് മെഡിറ്റേഷനാണത്. മന്ത്രജപം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു ധ്യാനത്തിൻ്റെ ഫലമാണ് കിട്ടുക, മെഡിറ്റേഷനാണത്. അപ്പോൾ അശ്രദ്ധമായിട്ട് ഒരിക്കലും ജപിക്കാൻ പാടില്ല. അതേപോലെ സംയമനവും ക്ഷമയും പരിശീലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വൈകുന്നേരം കുറേ മന്ത്രം ചൊല്ലി പിന്നെ ബാക്കിയുള്ളവരുടെ മെക്കെട്ട് കയറുന്ന ആ ഒരു രീതി ഒഴിവാക്കണം നമ്മൾ. അതാണ് പറയുന്നത്.
അപ്പോൾ നാളെയാണ് നമുക്ക് പരശുരാമ ജയന്തി വരുന്നത്. ഏപ്രിൽ 29 വൈകുന്നേരം 5:31 PM മുതലാണ് തൃതീയ തിഥി തുടങ്ങുന്നത്. അതുകൊണ്ട് നാളെയാണ് പരശുരാമ ജയന്തി. ഏപ്രിൽ 29 ചൊവ്വാഴ്ചയാണ്. അപ്പോൾ നാളെയാണ് നമ്മൾ ഇതുപോലെ ജപിക്കേണ്ടത്. നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ നമുക്ക് ജപിച്ച് തുടങ്ങാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരശുരാമ ജയന്തിയെക്കുറിച്ച്, പരശുരാമനെക്കുറിച്ച്, നമ്മുടെ മന്ത്രജപത്തിനെക്കുറിച്ച്, എങ്ങനെ മന്ത്രജപം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. പിന്നെ കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഏപ്രിൽ 30 എന്ന് കുറേ പേര് പറയുന്നു, ഏപ്രിൽ 29 പറയുന്നു. അപ്പോൾ അതൊന്ന് എന്തുകൊണ്ടാണ് ഏപ്രിൽ 29 എന്ന് പറയാൻ കാരണം എന്നുള്ളത് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നേർവഴിക്കുള്ള എല്ലാ ആഗ്രഹങ്ങളും സഫലമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.